വർഷങ്ങൾക്ക് മുമ്പ് റഹ്മത്തുള്ള കാസിമി ഉസ്താദ് നടത്തിയ പ്രഭാഷണം സമൂഹമാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമുണ്ടാകുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭാഷണം സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാവുകയും ഒരുപാട് ആളുകൾ ആകാംക്ഷയോടുകൂടി അത്ഭുതത്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും കേട്ടത്. എന്നാൽ അതുപോലെ തന്നെ ഈ വർഷം ഇറാനും ഇസ്രായേലും തമ്മിൽ നേർക്കുനേർ വലിയ രീതിയിലുള്ള ഈ ഒരു യുദ്ധം നടക്കുന്ന ഈ ഒരു സമയത്തും വർഷങ്ങൾക്ക് മുമ്പ് ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ച ആ വാക്കുകൾ എല്ലാവരും അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്നു. ലോകാവസാനത്തിന് മുന്നോടിയായിക്കൊണ്ട് ഈ ലോകത്തേക്ക് മുസ്ലിം ലോകം കാത്തിരിക്കുന്ന ഇമാം മഹദി കടന്നു വരുന്നതിനെക്കുറിച്ചും ആ ഇമാം മഹദി കടന്നു വരുന്നതിന് മുമ്പ് ഈ ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം കൃത്യമായി വിവരിക്കുന്നു. ഏതായാലും ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാനിതിവിടെ ഒന്ന് പ്ലേ ചെയ്യാം. എന്തൊക്കെ ലോകത്ത് നടക്കുന്ന വിഷയം വല്ല ചിന്തിക്ക. ഇപ്പോൾ ഇറാനിൽ യുദ്ധം പൊട്ടിയാൽ കഞ്ഞുകുടിയാണ് മുടങ്ങും. ഇറാനിൽ യുദ്ധം പൊട്ടിയാലടാ കഞ്ഞുകുടി മുടങ്ങും. ബ്രോസ്റ്റല്ല, കഞ്ഞുടിച്ചൂല. മിഡിൽ ഈസ്റ്റിലെ എല്ലാ പ്രയാസവും അതിന്റെ പറയാൻ കഴിയില്ല. ഇറാനിൽ യുദ്ധം പൊട്ടൂലൻ, പൊട്ടിയിരിക്കും. എന്ന് നിനക്കറിയില്ല. യുദ്ധം ഉണ്ടാവും. ആ യുദ്ധത്തിൽ ഇറാൻ തകരും. ആരെ പറഞ്ഞു? ഞാനാ പറഞ്ഞു. നിങ്ങളോട് ആരെ പറഞ്ഞു? എന്നോട് മുത്തുനബി പറഞ്ഞു. മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്നോടത് മുത്തുനബി പറഞ്ഞു. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇറാനുമായി യുദ്ധം നടക്കും. അത് ഭയങ്കര യുദ്ധമായിരിക്കും. ആ യുദ്ധത്തിന്റെ അവസാനം ഇറാൻ തകരും. പക്ഷെ ഇറാൻ മാത്രമല്ല തകരുക, മിഡിൽ ഈസ്റ്റിലെ അനവധി രാജ്യങ്ങൾ തകരും. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വർക്കപ്പറ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ഇറാനെതിരെ യുദ്ധത്തിൽ വരും. അവർ ഇറാനെ തകർക്കും. സുമ്മയഖ്ദിറൂന, പിന്നെ അവർ നിങ്ങളെ ചതിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ പറഞ്ഞത്? അവർ ഇറാനെ മാത്രമല്ല തകർക്കുക, അവർ കാരണം അറബ് ലോകം മുഴുവനും തകർന്നു. അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറാനിൽ യുദ്ധം നടന്നു കഴിഞ്ഞാൽ കഞ്ഞുകൂടി മുട്ടുമെന്ന് അദ്ദേഹം പറയുന്നു. ബ്രോസ്റ്റല്ല, ബ്രോസ്റ്റ് പോയിട്ട് കഞ്ഞി പോലും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോകുമെന്നാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞു വയ്ക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അർദ്ധന്നയിലെ നാം എല്ലാവരും ഇപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യയിൽ പാചകവാതക സിലിണ്ടറിന് വല്ലാത്ത ക്ഷാമം തുടങ്ങി. പലർക്കും പാചകവാതക സിലിണ്ടർ കിട്ടാനില്ല. ബുക്കിംഗ് ചെയ്തവർ ആ സിലിണ്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഗ്യാസ് അടുപ്പുകൾക്ക് പകരം വിറകടുപ്പുകളിലേക്ക് പോകുന്നൊരു കാഴ്ച. പല ഹോട്ടലുകളും അടച്ചുപൂട്ടാൻ വേണ്ടി ഒരുങ്ങുകയാണ്. കാരണം ഹോട്ടലുകൾക്ക് സിലിണ്ടർ കിട്ടാനില്ല. കേരളത്തിലെ പത്രവാർത്താ മാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലെ ചില വാർത്തകൾ ഞാനൊന്ന് കാണിക്കാം. ഗ്യാസ് വില വർധനവും ലഭ്യതക്കുറവും അന്നം മുട്ടിക്കുമെന്നതാണ് വരുന്ന ആശങ്ക. ബദൽ മാർഗങ്ങളെ കുറിച്ച് വരെ വീട്ടകങ്ങളിൽ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. പാചകവാതക വിതരണം നിലച്ചതോടെ ആലപ്പുഴയിൽ ഹോട്ടലുകൾക്ക് ഷട്ടർ വീഴുന്നു. 20ഓളം ഹോട്ടലുകളാണ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലായി രാവിലെ തുറക്കാൻ കഴിയാതെ നിന്നത്. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതകം അത് ലഭിക്കുന്നില്ല. പലയിടത്തും പ്രശ്നമാണ്. 2 ദിവസമായി ഇങ്ങനെ ഒരു പ്രതിസന്ധി തുടരുകയാണ് എന്നാണ് ഹോട്ടൽ ഉടമകൾ തന്നെ പറയുന്നത്. പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ ഹോട്ടലുകളിൽ നിന്ന് ജനപ്രിയ വിഭവങ്ങൾ അപ്രത്യക്ഷമായി തുടങ്ങി. കടലിൽ ഏറ്റവും കൂടുതലും പ്രതിസന്ധികൾ നേരിടുന്നത് ഹോട്ടൽ ഉടമകളാണ്. പല ഹോട്ടലുകളും അടച്ചുപൂട്ടേണ്ടി വരുന്നൊരവസ്ഥയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാചകവാതക സിലിണ്ടർ കിട്ടാനില്ല. നോക്കൂ, ഈ പാചകവാതക സിലിണ്ടറിൻ്റെ ഈ ക്ഷാമം കാരണം ഹോട്ടലുകൾ മാത്രമല്ല അടച്ചുപൂട്ടുന്നത്, ശ്മശാനങ്ങൾ പോലും പൂട്ടേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഈ ഒരു വാർത്ത നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ സംസ്ഥാനത്തെ ഹോട്ടലുകൾ പ്രതിസന്ധിയിൽ. പലയിടത്തും ഇന്നുകൂടി പ്രവർത്തിക്കാനുള്ള LPG സ്റ്റോക്കുള്ളൂ. LPG ക്ഷാമം കാരണം കോഴിക്കോട് മാവൂർ റോഡിലെ സ്മൃതിപഥം ശ്മശാനം അടച്ചു. അവസാനം എന്താ സംഭവിക്കുന്നത്? അതിന് വില കൂട്ടേണ്ടി വരുന്നൊരവസ്ഥ. ഇപ്പോൾ പാചകവാതക സിലിണ്ടറിന് 60 രൂപ കൂട്ടിയിട്ടുണ്ട് എന്നുള്ള വാർത്ത കൂടി കേൾക്കാൻ സാധിക്കുന്നുണ്ട്. രാജ്യത്ത് പാചകവാതക വില വർദ്ധിപ്പിച്ചു. ഗാർഹിക സിലിണ്ടറിന് 60 രൂപയാണ് കൂട്ടിയത്. കണ്ടില്ലേ, ഇതാണ് ഇപ്പോഴത്തെ ലോകത്തിന്റെ അവസ്ഥ. ഇത്തരമൊരു ഭീതിജനകമായ ഒരവസ്ഥയിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത്. ഇപ്പോൾ ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ടി വരുന്നൊരവസ്ഥയാണ്. ഒരുപക്ഷെ ഈ യുദ്ധം ഇനിയും തുടർന്നു കഴിഞ്ഞാൽ, അത് വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലെ അടുക്കള പോലും കാലിയാകേണ്ടി വരുന്ന, അതായത് ആഹാരം പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോകുമെന്നുള്ളത് നാം എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. റഹ്മത്തുള്ള കാസിമി ഉസ്താദ് ഈ ഒരു സംഭവങ്ങൾ പറഞ്ഞു വയ്ക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു അത്ഭുതം കൂടിയുണ്ട്. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്ഭുതമാക്കപ്പെട്ട പ്രവചനങ്ങൾ. റഹ്മത്തുള്ള കാസിമി ഉസ്താദിൻ്റെ ഈ ഒരു പ്രഭാഷണം ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്തുകൊണ്ട് അതിന് കൊടുത്ത ക്യാപ്ഷനുകൾ ഇങ്ങനെയാണ്: റഹ്മത്തുള്ള കാസിമി ഉസ്താദ് ലോകത്തെ ഞെട്ടിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവചനം സത്യമായി മാറുന്നു. അദ്ദേഹം പറഞ്ഞത് അച്ചട്ടായി മാറുന്നു എന്നിങ്ങനെയുള്ള തലക്കെട്ടുകൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഒരു അത്ഭുത കഴിവുള്ള, ഒരു
പ്രവാചക തുല്യനായി മാറ്റുന്ന തരത്തിലേക്കുള്ള ചില പ്രവണതകൾ കണ്ടുവരുന്നുണ്ട്. നോക്കൂ, റഹ്മത്തുള്ള കാസിമി ഉസ്താദ് അദ്ദേഹം നടത്തിയ ആ ഒരു പരാമർശങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ, അതെല്ലാം പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് നടത്തിയിട്ടുള്ള പ്രവചനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുവെന്ന് മാത്രമാണ്. അല്ലാതെ റഹ്മത്തുള്ള കാസിമി ഉസ്താദ് അദ്ദേഹം കൈ നിന്നും വിട്ട് പറഞ്ഞ കാര്യങ്ങളല്ല. ഈ ലോകത്ത് കടന്നുപോയതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ ലോകാവസാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറുതും വലുതുമായ ഒരുപാട് പ്രവചനങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് പറഞ്ഞു വച്ചിട്ടുണ്ട്. അതിൽ പല പ്രവചനങ്ങളും സംഭവിച്ചു കഴിഞ്ഞു. ചിലത് നമ്മുടെ കൺമുന്നിലൂടെ നാം എല്ലാവരും അതിനെ സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് പ്രവചനങ്ങൾ ഈ ലോകത്ത് സംഭവിക്കാതിരിക്കുന്നു. അത്തരത്തിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നബിതങ്ങൾ പറഞ്ഞ ആ പ്രവചനങ്ങൾ അദ്ദേഹം അത് ഏറ്റുപറയുന്നു എന്ന് മാത്രമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പ്രവചനങ്ങളും അത് വെറുതെ ആയിട്ടില്ല. നബി തങ്ങൾ നടത്തിയ ഓരോ പ്രവചനങ്ങളും ഈ ലോകത്ത് സത്യമായി പുലരുക തന്നെ ചെയ്യും. നോക്കി, ഈ ലോകത്ത് എവിടെ യുദ്ധമുണ്ടായി കഴിഞ്ഞാലും അതിൻ്റെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കുമാണ്. അല്ലാതെ യുദ്ധം നടക്കുന്ന ആ രാജ്യങ്ങൾക്ക് മാത്രമല്ല അത് ബാധകമാകുന്നത്, എല്ലാവർക്കും ബാധകമാകും. എന്നാൽ കാര്യം മനസ്സിലാക്കാതെ ചില ആളുകൾ കരുതുന്നത് നമുക്കൊരു പ്രശ്നമുണ്ടാകില്ല, പ്രശ്നം മുഴുവനും അവർക്കാണ്, അവർ തമ്മിൽ അടിച്ച് ചാകട്ടെ എന്നുള്ള മട്ടിലാണ്. ഇപ്പോൾ ഈ ഇറാനിൽ നടക്കുന്ന ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകൾ, പ്രത്യേകിച്ച് സംഘികളും ക്രിസംഘികളും ഒക്കെ ആവേശത്തോടുകൂടി യുദ്ധം നടക്കട്ടെ, അവന്മാരെ എല്ലാം അങ്ങ് കൊന്നു തള്ളട്ടെ, ഇറാൻ നശിക്കട്ടെ എന്ന മട്ടിലുള്ള ആ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് പലപ്പോഴും കാണാൻ സാധിച്ചത്. അവിടെ യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ആ കമൻ്റ് ഇടുന്നവനെയും ബാധിക്കുമെന്ന് അത്തരം ആളുകൾ മനസ്സിലാക്കാതെ പോവുകയാണ്. എന്നാൽ ഇപ്പോൾ ആ കമൻ്റ് ഇട്ട് ആ യുദ്ധം വേണമെന്ന് ആഗ്രഹിച്ച സകലവന്മാരും നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്. ഈ യുദ്ധം കാരണത്താൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുന്നത് ഇന്ന മതക്കാരൻ അങ്ങനെയൊന്നുമില്ല, എല്ലാ മതസ്ഥരെയും ബാധിക്കും. ഹിന്ദുവിനെയും ക്രൈസ്തവനെയും മുസൽമാനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും എല്ലാവരെയും ബാധിക്കും. അതുകൊണ്ട് യുദ്ധം എന്നുള്ളത് ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരമല്ല. അത് ലോകത്ത് സമാധാനം തകർക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തെ പട്ടിണിയും പരിഭ്രാന്തിയിലേക്കും ലോകത്തെ തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ഈ യുദ്ധം കൊണ്ട് വേദനയല്ലാതെ നഷ്ടമല്ലാതെ ഈ ലോകത്ത് ഒരു മനുഷ്യർക്കും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. നോക്കൂ, മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധം പോലെയല്ല ഇറാനിൽ നടക്കുന്ന യുദ്ധമെന്ന് പറയുന്നത്. ആ ഇറാനിൽ നടക്കുന്ന യുദ്ധം അത് ലോക വിപണിയെ മുഴുവനും തകർച്ചയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇറാനിലെ ഹോർമുസ് കടലിടുക്ക് തന്നെയാണ്. ഒരുപക്ഷേ ലോകത്തുള്ള വാണിജ്യ സമ്പദ്ഘടനയുടെ ഒരു നാടി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ആ ഹോർമുസ് കടലിടുക്ക്. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ ഭരണകൂടം ആ ഹോർമുസ് കടലിടുക്ക് അടച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ അവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പാചകവാത സിലിണ്ടറിൻ്റെ ഈ ക്ഷാമം എന്നുള്ളത് അത് ഹോർമുസ് കടലിടുക്ക് അടച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇന്ത്യയിലേക്കുള്ള LPG ഇറക്കുമതിയുടെ ഏകദേശം 85 മുതൽ 90% കടന്നു പോകുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഇതിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതുകൊണ്ട്, അവിടെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതുകൊണ്ട് പാചകവാത സിലിണ്ടറിന് വലിയ രീതിയിലുള്ള ക്ഷാമം നേരിടേണ്ടി വരുന്നു. ആ ഹോർമുസ് കടലിടുക്ക് അത് ഇന്ത്യയെ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല, ലോകത്തിലുള്ള മുഴുവൻ രാജ്യങ്ങളെയും ബാധിക്കുന്നൊരു പ്രശ്നമാണ്. അതുകൊണ്ട് സമാധാന ചർച്ചകളിലൂടെ എങ്ങനെയെങ്കിലും ഈ ഒരു യുദ്ധം അവസാനിച്ച് അത് പഴയതുപോലെ ആകാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഈ ലോകം കടന്നു പോകുന്നത് വലിയ അപകടത്തിലേക്കായിരിക്കും. ഒരുപക്ഷെ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വന്ന സമയത്ത് നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ആയിരിക്കില്ല. ഒരുപക്ഷെ അതിനേക്കാൾ കടുത്ത രീതിയിൽ വലിയ പ്രശ്നങ്ങളിലൂടെ നാം എല്ലാവരും കടന്നു പോകേണ്ടി വരും.